നബിദിനാഘോഷം അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു കമന്റാണ് ഈ കാണുന്നത്. നബിദിനാഘോഷത്തിൽ പ്രധാനമായി നടക്കുന്നത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാന്റെ റസൂല് ഒരു മിമ്പർ, ഒരു വേദി തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയിപ്പിച്ചിരുന്നെന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമാണ്. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്, അവനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തിപ്പെടുത്തണമേ എന്ന് മുത്തു റസൂൽ ദുആ ചെയ്തു. ഇസ്ലാം എന്താണ് എന്ന് വന്ന് ചോദിച്ച സ്വഹാബിയോട് ഇത്ആമു ത്വആം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്ന് മുത്തു റസൂൽ പഠിപ്പിച്ചത് വളരെ പ്രസക്തമാണ്. ഇതേ ഭക്ഷണ വിതരണം തന്നെയാണ് നബിദിനാഘോഷത്തിൽ നടക്കുന്നത്. അത് റസൂൽ പഠിപ്പിച്ചതാണ്. മദീനയിലേക്ക് മുത്തു റസൂൽ ഹിജ്റ പോയപ്പോൾ അവിടുത്തെ അൻസാരികളായ സ്വഹാബികൾ ത്വലഅൽ ബദ്ർ ചൊല്ലിയിട്ട് ചെറിയ കുട്ടികളുമെല്ലാം ദഫ് മുട്ടിക്കൊണ്ട് മുത്തു റസൂലിനെ വരവേറ്റത് ഹദീസിൽ വളരെ പ്രസക്തമായ സംഗതിയാണ്. പിന്നെ എന്ത് കാര്യമാണ് ഇവർ ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് നബിദിനത്തെ തള്ളുന്നത്? പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റബീഉൽ അവ്വൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം